കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റത്തെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുണ്ട്. ഈ ഹിജ്റ ഇപ്പം ഭർത്തായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു ഔത്ത് കാണത്രേ. ഈ എത്രതിരെ ഇടക്ക് ഭയങ്കര കത്മാൻ ചൊല്ലെങ്കത്തൊരു പ്രയോഗം നടത്തിയിട്ട് അഥവാ ആർക്കും അറിയാത്ത പോലെ സെറ്റിംഗ് ആക്കിയിട്ട് ആർക്കും ഗൊന്താവണ്ടാൻ ചൊല്ലെങ്കത്തൊരു സന്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടുണ്ടോ നടത്തിക്കൊണ്ടുണ്ടോ. കൂടെ ചില വിഷയങ്ങൾ ചൊല്ലുക ഞാൻ ഉദ്ദേശിക്കും. അഥവാ കത്മാൻ ചൊന്നെങ്കിൽ ആർക്കും ഗൊന്താക്കില്ല, ആർക്കും ഗൊന്താവാത്ത പോലെ രഹസ്യമായ ഒരു യാത്ര ആക്കിക്കൊണ്ടുണ്ടു. അവിടെ പബ്ലിസിറ്റി ആക്കിക്കൊണ്ടില്ല, പബ്ലിക് ആക്കുക തീറ. അങ്ങനെ ആക്കിയെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ട്, മുസീബത്ത് ഉണ്ട്. ഇത് ചൊല്ലുമ്പോൾ ഇമാമിയങ്ങൾ നിങ്ങൾക്ക് വഴിപാട്ടാറ്. നിങ്ങൾ ആവശ്യങ്ങൾ അത് മറച്ചു വെച്ചിട്ട് തേടുകയും നിങ്ങൾ ശ്രമിക്കറൂ. എല്ലാവർക്കും എല്ലാത്തെയും ഷെയർ ആക്കണമെങ്കിൽ വരണ്ട. ഇത് ആധുനിക ലോകത്ത് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വിഷയമാണ്. A to Z ഷെയർ ആവണമെങ്കിൽ ലോകത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. അവിടെ നാണ് ഇത് 10 പോയിന്റ് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയ. എന്നിട്ടൊരു ഹദീസ് കൊണ്ടു നിങ്ങളെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കുക തീറ. രഹസ്യായിട്ടുള്ളത് നിങ്ങൾക്ക് വേണമുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടെങ്കിൽ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ A to Z ഷെയർ ആവണമെങ്കിൽ എല്ലാം ഷെയർ ആവിടും. ഔത്തിൽ എന്തൊരു ഫുഡാക്കിയിട്ട് ആ ഫുഡ് അപ്പ സ്റ്റാറ്റസിൽ വന്നിട്ടേത്ത്. ഇൻ്റെ പൊറോട്ടാണ്ടാണെങ്കിൽ അടുത്ത് ജാവുക്ക് പത്തിരുണ്ടായെങ്കിൽ അത് ആണിൻ്റെ സ്റ്റാറ്റസിലും ഉണ്ട്, പെണ്ണിൻ്റെ സ്റ്റാറ്റസിലും ഉണ്ട്. അങ്ങനെ പറണ്ടാണ്ട് ഹിജ്റത്തെ ഏറ്റവും വലിയ സന്ദേശമാണ്. നിങ്ങളെ കിട്ടിയത് പിടിച്ചതെല്ലാം ഷെയർ ആക്കുകയുള്ളതല്ല, A to Z ഷെയർ ആവിടൂ. എല്ലാം ഷെയർ ആയോണ്ടുണ്ടോ. ചിലപ്പോൾ 1-2 ചില വിഷയങ്ങൾ ഷെയർ ആവില്ലായിട്ടിക്കൂ. ഇനി അതും ഷെയർ ആവണമെങ്കിൽ തുറന്ത അതും ഷെയർ ആയോണ്ടുണ്ടോ. അപ്പം മൊത്തത്തിൽ രഹസ്യാൻ ചൊല്ലെങ്കത്ത വിഷയങ്ങളില്ല, എല്ലാം പരസ്യാവിടൂ. അങ്ങനെ ആക്കണ്ടാണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വഴിപാട്ടിത്ത് എല്ലാം നിൻ്റെ വാട്സപ്പിൽ നീ ചൊല്ലുക തീറ, എല്ലാം നിൻ്റെ ഫേസ്ബുക്കിൽ ചൊല്ലുക തീറ, എല്ലാം നിൻ്റെ സ്റ്റാറ്റസിൽ നീ ചൊല്ലുക തീറ. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ട്. എന്താണ് സ്വപ്നം? ആ സ്വപ്നത്തിൽ കണ്ട് ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. നാണ് 11 നക്ഷത്രങ്ങളെ കണ്ട്, സൂര്യനെ കണ്ട്, ചന്ദ്രനെ കണ്ട്, അങ്ങെല്ലാവരും നക്ക് സുജൂദിട്ടുകൊണ്ടുള്ളാറുണ്ട്. ചെറിയ പ്രായക്കാരനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം കണ്ട് നേരെ ബാപ്പടൊട്ടിಗೆ വന്ന് ചൊല്ലു. ബാപ്പടൊട്ടിಗೆ വന്ന് ചെന്നപ്പ ബാപ്പ എന്തിനു ചൊന്തു വന്നുണ്ട, നീ എല്ലാവരൊട്ടിಗೆ പോയി ചൊല്ലുണ്ടല്ല, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക. ഇത് നിന്റെ സഹോദരന്മാരൊട്ടിಗೆ വരെ പോയിട്ട് നീ ചൊല്ലുക തീറ. ഇത് നിന്റെ സഹോദരന്മാരൊട്ടിಗೆ വരെ പോയി ചൊല്ലുക തീറ. ആഫത്ത് വരൂ, പ്രയാസങ്ങൾ വരൂ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പാട്ടിയിൽ എന്തുമില്ലെങ്കിൽ കണ്ണ് തട്ടേണ്ടി വന്നിട്ടൊന്നുണ്ട്. കണ്ണ് തട്ടേണ്ടി അല്ല ഐനു ഹക്കുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. ഔത്തുൽ നൻ്റെ മക്ക എന്തെല്ലാം ഡ്രസ്സ് എടുത്തിട്ട് മക്ക എവിടെയെല്ലാം പോയാറ്, എന്തെല്ലാം ആയാർ, അതെല്ലാം സ്റ്റാറ്റസിൽ വെക്കുമ്പോൾ അത് നോക്കണമെങ്കിൽ താൽമാർ എന്തെങ്കിലും ഒന്ന് ചൊന്നാറുണ്ടായെങ്കിൽ അതിരെ മുസീബത്ത് ഇയാൾക്ക് പണ്ട് കണ്ണ് തട്ടേണ്ടൊന്നുണ്ടാ ഉണ്ടു. അല്ല ഐനു ഹക്കുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. അത് സത്യമാണ്. അത് മനുഷ്യരെ കബറുകെത്തുവാട്ടു, ഒൻട്ടടി ചിലപ്പോൾ ചട്ടികെത്തുവാട്ടു, ചൊന്നെങ്കിൽ അത് ചത്തിട്ട് പോകൂ. അപ്പോൾ ഈ കണ്ണ് തട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ പ്രിയപ്പെട്ട മക്കൾ മിസ്റുക്ക് പോയോണ്ടുള്ളാറ്. ഫിലസ്തീൻ്റെ കണ്ണാൻ്റെ മിസ്റുക്ക് പോണ്ടാറ്. എന്തിക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിട്ട ഭക്ഷണത്തെ എടുത്ത് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഒരു വസിയത്താക്കട എന്തൊരു കൊണ്ടുണ്ട, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ. നിങ്ങൾ ഒരു ഡോറിലൂടെ പോകണ്ട. കാരണം ಈಗ ഭയങ്കര ചന്ത ഉള്ളെങ്കത്ത മക്കാണ്, ഭയങ്കര ഹൈറ്റും വൈറ്റും എല്ലാം ഉള്ളെങ്കത്ത നിറഞ്ഞ ആൾമാർ. അങ്ങനെ കണ്ടെങ്കിൽ ആരെന്തും ചൊന്നുപോകും. അതുകൊണ്ട് ചൊന്തു നിങ്ങൾ മിസ്റിൻ്റെ ബായിൽക്ക് കടക്കുമ്പോൾ മിസ്റിക്ക് പോകുമ്പോൾ ആ മിസ്റിൻ്റെ ഒരേ ഗേറ്റിൽ നിങ്ങൾ പോകുക തീറ, ಬೇರೆ ಬೇರೆ ഗേറ്റിൽ നിങ്ങൾ പോറുകൊണ്ട്. എന്തികത് അങ്ങ് കണ്ണു തട്ടുക തീറ സയ്യിദുനാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഞാൻ ചൊന്നേ കത്തുമാൻ ചൊല്ലതൊന്നുണ്ടോ, മറച്ചു വെക്കിടേൻ ചൊല്ലതൊന്നുണ്ടോ. എല്ലാം എല്ലാവർക്കും ചൊന്നു കൊടുക്കുകയുള്ളതല്ല, പരസ്യമാക്കുകയുള്ളതല്ല. ഈ ബോധം എല്ലാ ആണുകും പെണ്ണുകും വേണുണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. സ്റ്റാറ്റസ് ബിറാൻ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്കാൻ ചൊന്നെങ്കിൽ ലാ തഖ്സുസ് റുയാക അലാ ഫേസ്ബുക്കും ചൊല്ല, ഫേസ്ബുക്കിൽ നീ എന്നും ചൊല്ലണ്ട. ലാ തഖ്സുസ് റുയാക അലാ വാട്സപ്പും ചൊല്ല, വാട്സപ്പിലും എന്തും ചൊല്ലണ്ടാണ്. ചൊല്ലനായതുണ്ടു അത് മാത്രമേ ആവും. ലോകത്ത് എൻ്റെ കയ്യിൽ വന്ന എല്ലാ മെസ്സേജും എല്ലാവർക്കും ഫോർവേഡ് ആക്കൽ കഡായമേ അല്ല. അങ്ങനെ ഒരാളും എൻ്റെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. ചില ആൾമാർ 24 ഗಂಟೆ വാട്സപ്പിൽ ചർച്ച നടക്കട്, സമരങ്ങൾ നടക്കട്, എന്തെല്ലാമാണ്. നേരത്തെ ഞാൻ ചൊന്നില്ലേ, ചിലപ്പോൾ വിചാരിക്കണു ഓണ് വാട്സപ്പ് കമ്പനി ശമ്പളം കൊടുക്കണമെന്ന് വിചാരിക്കണം. എന്ത് ഈ ചർച്ച ആക്കടേക്ക് ഒരു നാളത്തെ 12 ಗಂಟೆ ഇതിലെ അവന് ക്രിയാവുള്ള അവന് പ്രതിക്രിയാവുള്ള. അവനൊന്ന് ചെന്നിട്ടാകുമ്പോൾ അവൻ 2 മെസ്സേജ് വിടേ, അവൻ 2 വിടുമ്പോൾ അവൻ 4 വിടേ. ഇങ്ങനെ ആയുസങ്ങ് കളഞ്ഞു പോകണ്ടു. ഓൻ എങ്ങനെ ചെയ്യിക്കട റബ്ബേ, ഓണ് തിന്നണ്ടേ, ഓണ് കുടിക്കണ്ടേ, ഓണ് എവിടെ പൈസ മണ്ണെന്ന് വിചാരിച്ച പഠിച്ചോന്ന് കൊന്തു. അപ്പം ഞാൻ നെനപ്പാക്കടെ ഇങ്ങനെ ആയുസ് തീർക്കുകയുള്ളതല്ല, എല്ലാം എൻ്റെ സ്റ്റാറ്റസിലൂടെ ഉള്ളതല്ല. ഈ മൊബൈൽ
വളരെ ശ്രദ്ധിച്ചിട്ട് പാലിക്കുകയുള്ളതാണ് ജീവിതത്തിൽ, അത് ശ്രദ്ധിച്ചിട്ട് യൂസാക്കുകയുള്ളതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത് എനിക്ക് നെനപ്പാവോട് ഓർക്കാം. ഇത് ഞങ്ങളെ ചിക്മംഗ്ലൂരിൻ്റെ ഒരു SP ആയിട്ട് ഇന്നാൾ മുന്നോട്ട് ഞാൻ ചെന്നേരെ. അയാൾ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് മുന്നോളത്തെ ആൾ അയാൾ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് എന്തിനാ ചെന്നെങ്കിൽ ഒരു വലിയ കള്ളട പിടിച്ചാറ്, വലിയ കള്ള. ആ കള്ളട അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഔത്തുൽ എല്ലാം പോയിട്, ഒരു ഔത്തുൽ പൈസ പോയിട്, ബംഗാർ പോയിട്, മാത്രമല്ല ഔത്തര ബെഡ് പോയിട്, ഫ്രിഡ്ജ് പോയിട്, എല്ലാം പോയിട്. ഒരു കള്ള വന്നെങ്കിൽ ഫ്രിഡ്ജ് പുറത്ത് കൊണ്ടുണ്ടാ, അല്ലെങ്കിൽ ഔത്തര ബെഡ്റൂമേ പുറത്ത് പോകും. എത്ര പണിയുണ്ട് ബെഡ്റൂം പുറത്ത് പോകണമെങ്കിൽ. അതുപോലെ ദിന്നുള്ള സാമാൻ്റെ ഒന്നും കള്ള പുറത്ത് പോകാല്ലേ. പക്ഷെ ഈ ഔത്തിൽ എന്തും ഇല്ല. അപ്പോൾ കള്ള കിട്ടിയിട്ട് അവൻ്റെ ഒട്ടിക്ക് എടുത്ത് എന്തൊരു വിഷയമാണ് നോക്കുമ്പോൾ അവണു ഔത്തറുകൾക്ക് വന്നിട്ട് 3 നാൾ തെച്ചിട്ട് അവണു ലോറി കൊമ്പന്നിട്ട് സാഗുവാട്ടിലാണ്. അത്ര ധൈര്യം അങ്ങനെ കള്ളക്ക് വന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ അവൻ്റെ മറുപടി, ഈ ഔത്തര പെണ്ണിങ്ങളെ സ്റ്റാറ്റസ് ഉണ്ടാവും ചൊന്നാൾ. ഈ ഔത്തരെ പെണ്ണിങ്ങളെ സ്റ്റാറ്റസ് എന്തേ അയിമ ടൂർ പോയിടുള്ള. ടൂർ പോയിട്ട് അപ്പപ്പ നമ്പർ കൊണ്ടിട്ട് കൊണ്ടു സ്റ്റാറ്റസിൽ വന്നുകൊണ്ട് ഇതാ ഇപ്പം ബാംഗ്ലൂരിലുള്ളേ, ഇപ്പം ഗോവത്തൂരുള്ളേ, ഇപ്പം അവിടെ ഉള്ളേ, ഇപ്പം ഊടെ ഉള്ളേ, അങ്ങനെയല്ലേ. ഇവെല്ലാം അങ്ങനെയാണ്. ഞാൻ എവിടെ ഉള്ളേ, ഞാനിത് അഞ്ഞുള്ളേ, ഞാനിവിടെ ഉഞ്ഞുള്ളേ, ഞാനിത് മദീനത്തുള്ളേ, ഞാനിത് അവിടെ ഉള്ളേ. ഇത് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വാട്സപ്പ് കമ്പനിക്ക് കടത്തിയില്ലെങ്കിൽ ലാ യുഖ്ബലു അമലുഹു, അവൻ്റെ അമൽ സ്വീകരിക്കപ്പെടില്ലാണ്ട് കാല വാട്സപ്പ് ഡൗൺ ചെന്നാണ്ട് വാട്സപ്പ് കമ്പനി ഡൗണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരും വിചാരിച്ചിരുന്ന എന്ത് അവിടെ എങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് നടക്കോ സനപ്പെടല അപ്പം ഇങ്ങനെ പിടിച്ചിരിക്കും. അത് അപ്പം വാട്സപ്പിലും മൊബൈലിലും വന്നില്ലെങ്കിൽ അവൻ്റെ അമാലുകൾ സ്വീകരിക്കപ്പെടില്ല എന്ന് ചൊല്ലുന്ന രൂപത്തിൽ ഇത് ഞങ്ങൾ ചിരിക്കുള്ളതല്ല. ഞങ്ങളെ അമൽ വെറുതെക്കും ഞങ്ങൾ വേസ്റ്റാക്കിക്കൊണ്ടുള്ള A to Z എല്ലാം ഇനൊരു ഹത്തുമാക്കിത്തിന് പേരിക്കാം. അപ്പം സ്റ്റാറ്റസിൽ വന്ന് ഇത്ര ഹത്തുമായിട്ട് 70,000 തഹ്ലീൽ കംപ്ലീറ്റഡ് ആയിട്ട് എവിടെ വാട്സപ്പിൽ വേണ്ടേ ആ കമ്പനി കൊടുത്തെങ്കിൽ മാത്രമല്ലേ എനിക്ക് പൈസ കിട്ടേ. ആധുനിക ലോകത്തെ എത്ര വലിയ മുസീബത്താണ് ഇത്. നാണ് ഹിജ്റത്തെ ಬಗ್ಗೆ ഓതുമ്പോൾ നക്ക് വന്നെങ്കത്തെ ചില ചിന്തകളാണ്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ ഒരിക്കലും കിട്ടിയതെല്ലാം ഒസ്വാസ് എല്ലാം കൊടുക്കണമെങ്കത്തെ എല്ലാം ഷെയറാക്കണമെങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുക തീരാം. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മുസീബത്തുകൾ വന്നതുണ്ടോ, ഏതുവരെ കുടുംബ സംബന്ധങ്ങൾ വരെ തകർന്നതുണ്ടോ, തലാക്കുകൾ ആയതുണ്ടോ, ഇതെല്ലാം അതിൽ ബന്ധങ്ങൾക്ക് താഫത്തുകളാണ്, മുസീബത്തുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൊലാക്കയുടെ വിഷയം ഞാൻ ചെന്നപ്പോൾ ഇന്നലെ ഞാൻ ചില വിഷയങ്ങൾ ചൊന്നിട്ടിന്നെ സ്വഭാവങ്ങൾ നന്നാവണു. അപ്പോൾ ഞാൻ മാമിമാരെ വിഷയമാണ് കുറേ ചൊന്നിട്ടിന്നെ. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചൊന്തു അത് മർമക്കമാരെ വിഷയം ചൊല്ലു. എല്ലാവരുടെ വിഷയം ഞാൻ ചെന്നത് എല്ലാവർക്കും ദീനുണ്ട്, എല്ലാവർക്കും നിയമമുണ്ട്. അത് പ്രസംഗിക്കടെ നക്കുണ്ടു, ഉസ്താദ് കൊണ്ടു, കാളിയാറ് കൊണ്ടു, ഔലിയാവ് കൊണ്ടു, തങ്ങന്മാർ കൊണ്ടു, പെണ്ണിങ്ങ കൊണ്ടു, ആണിങ്ങ കൊണ്ടു, പണക്കാർ കൊണ്ടു, പണിക്കാർ കൊണ്ടു, എല്ലാവർക്കും ഇസ്ലാമിയുടെ നിയമമുണ്ട്. ആരും ആരാട്ടി മേലല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പടച്ചോന്റെ മുട്ട ഏറ്റവും സ്ഥാനമുള്ളത് ആർക്ക്? നിങ്ങളെ കൂട്ടത്തിൽ വലിയ പണമുള്ളവണ് കൊണ്ടല്ല, നിങ്ങളെ കൂട്ടത്തിൽ വലിയ അയൽമുള്ളവനുണ്ടല്ല. അത്ഖാക്കും, നിങ്ങളെ റബ്ബുടെ ആറ് കൂടുതൽ പേടിക്കലാണ് അവണുകാണ് പഠിച്ചുകൊണ്ട് മുട്ട ഏറ്റവും വലിയ സ്ഥാനം. ഇക്കൂട്ടത്തിലുള്ള ആൾമാർ അതിലിക്കുവാറ്. ചിലപ്പോൾ ഈ പ്രസംഗിക്കണമെങ്കിൽ എന്തും കൊള്ളാത്ത ആളായിട്ടിരിക്കൂ. അത്ഖാക്കും, പഠിച്ചുകൊണ്ട് മുന്നിൽ ഏറ്റവും വലിയ സ്ഥാനവും മഹത്വമുള്ളത് തഖ്വയുള്ള ആൾമാരാണ്. അതുകൊണ്ട് എല്ലാവർക്കും നിയമങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന നിയമങ്ങൾ എല്ലാവരും പാലിച്ചേ തീരൂ. അപ്പോൾ മാമിക്ക് മാത്രം നിയമങ്ങളല്ല, മർമോൾക്കും നിയമമുണ്ട്. അയാൾ ചൊന്ന് ഇപ്പത്തെ പുതിയ പഠിച്ചെങ്കത്തെ പെൺമക്ക അങ്ങ് മാമിമാരെ അറ്റാക്ക് ആക്കിടാറ്. അത് പാടില്ല, ഒരിക്കലും തീരാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും ഔത്ര ഇഴിഞ്ഞു പോകുമ്പോൾ മാമിയുടെ സമ്മതമില്ലാണ്ട് കാക്കടൊട്ടിക ചെല്ലാണ്ട് ഒരു പിന്നെ ബാഗ് ഇട്ടുകൊണ്ട് സീത ഓടിപ്പോണ്ടെങ്കത്തെ അവസ്ഥ ഉണ്ടാവുക തീരാ. പുതിയ കാലത്ത് പണ്ടെങ്കത്തെ ചില പെൺമക്ക ഞങ്ങൾക്കും പലപ്പോഴും അങ്ങനത്തെ വിഷയങ്ങൾ കേസുകളെല്ലാം വന്നിരുന്നേ. തൊലാക്ക് കേൾക്കടെ എത്ര സുലഭാണ്. യാ റബ്ബി നഊദു ബില്ലാ. അത്ര സുലഭം എന്തുമില്ല. തൊലാക്ക് കേൾക്കടെ എന്തേ ഭാര്യ ഭർത്തൃ സംബന്ധത്തെ മഹത്വങ്ങൾ കൊന്തില്ലേ. എന്താണ് ഈ സംബന്ധം? അത് വല്ലാത്തൊരു വിഷയമാണ്. തൊലാക്കും ചൊന്നെങ്കിൽ ചില്ലറ വിഷയമല്ല. സിഹിറിന്റെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ലുമ്പോൾ ശൈത്താൻ എന്തരാക്കണം കൊണ്ടുണ്ട മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ശൈത്താനുക്ക് വലിയ കൊസി അവിടെ ഇപ്പോൾ കൊണ്ടുണ്ട അവൻ്റെ അനുയായികളെ ബണ്ടാറ് അങ്ങ് വന്നിട്ട് ചൊല്ലാറ് നാനിത് അവർത്തരെ കൊന്നേന്ന് ചൊല്ലാറ്. ആരൊട്ടിയെ നേതാവിടൊട്ടിയെ ഒക്ക അവನು വലിയ ಕೊಸಿ ಎಂದವಲ್ಲ ಪಿನರ್ತ ಬಂಜಲ್ಲ ನಾನು ಹೊರ್ತಾರೆ ಕಳ್ಳು ಕುಡಿಪಾಟಿಯಾನ್ വലിയ കൊസി എന്താവില്ല. ലാസ്റ്റ് കുറത്ത് വന്ന് ചെന്ന മാപ്പിള പെഞ്ഞായി ഭാര്യ പിരിസത്തിരിഞ്ഞാറ് ഞാൻ പോയിട്ട് തൊലാക്കാക്കുവാട്ടിയാൻ. അങ്ങനെ ചെല്ലുമ്പോൾ നീനാണ് ഇണ്ടത്തെ എന്തിരെ ചൊല്ലേ അവണു ഇണ്ടത്തെ ഈ മാച്ചരെ അവണു പിന്നെ എന്തിരെ ചൊല്ലേ മാൻ ഓഫ് ദ ಮ್ಯಾಚ್ ಓಣುಂಟು ಚೊಂದಿಟ್ಟು ಅವನಿಗಾണ് ಪ್ರೈಸ್ കൊടുക്കണേ. ಅವನಿಗೂ ಪ್ರೈಸ್ കൊടുക്കും. ಆ ಭಾಷೆಯಲ್ಲಿ ಚೊಂದಂಗೆ ಗೊಂತಾವು ಇಪ್ಪತ್ತೆ. അപ്പോൾ
ആ മാൻ ഓഫ് ദ മാച്ച് ഓണാണ് അവനുകാണ് പ്രൈസ് കൊടുത്തോണ്ട് എന്തേ തൊലാക്കാക്കുവാട്ടിയ രണ്ട് സംബന്ധങ്ങൾ വേറെ വേറെ ആക്കിയ ഇബിലീസ് വലിയ കൊസിയാണ്. അപ്പം ഞാൻ ചൊല്ലേ തൊലാക്ക് കേൾക്കടേന്ന് ചൊല്ലത് ചെറിയ വിഷയമല്ല. എന്തോ ഭർത്താവ് ചൊന്നാൻ ചൊന്ന പാടെ തൊലാക്ക് ഓടിപ്പോണു തീറ അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്തൊലാഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അള്ളാഹു ഏറ്റവും അർസ ഉള്ളെങ്കെത്ത് എന്തിനു കൊണ്ടുണ്ട തൊലാഖാൻ. അള്ളാഹു ഭയങ്കര അർസാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അയ്യു മംറഅത്തിൻ സഅലത് സൗജഹാ തൊലാഖൻ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. ഒരു പെണ്ണ് ഭർത്താവിടൊട്ടിಗೆ തൊലാക്ക് തറൂന്ന് ചൊന്ന് കേട്ടാലുണ്ടായെങ്കിൽ അവൾക്ക് സ്വർഗത്തെ മണം ഹറാമുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംബന്ധങ്ങൾ അത്ര സുലാഭത്തിൽ വിടവുള്ളതല്ല. പലപ്പോഴും വാട്സപ്പിൽ അങ്ങനെ ഇങ്ങനെ ചങ്ങായിപ്പാടായിട്ട് അങ്ങനെയും നടക്കുന്നുണ്ട്. അങ്ങനത്തെ കേസുകളും ഞങ്ങളെ മുട്ട ബന്ധർ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ വലിയ ജാഗ്രതയിൽ ജീവിക്കണോടു. ഇത് ഞങ്ങളെ പലപ്പോഴും നശിപ്പിക്കുക വന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് ചൊല്ലത്. ഈ നെറ്റ്വർക്ക് ഉപകാരങ്ങളില്ലേ, ഉപകാരങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഈമാനുള്ളെങ്കിൽ എത്ര മൂമിൻ ആൽച്ചനാക്കുമ്പ എല്ലാ ഔത്തുകും ഒരു ഫിത്ന പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ആ ഫിത്ന ഏതെന്ന് കേട്ടെങ്കിൽ ഇതേ മൊബൈലായിട്ടേക്കും വല്ലാത്തൊരു ഫിത്നയാണ്. അപ്പം ഞാൻ ചൊല്ലേ ആ ഫിത്നത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോണു തീറ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യമാക്കണു. നൻ്റെ മൊബൈലിൽ വന്നെങ്കെത്ത എല്ലാം ആൾമാർ കടത്തുക തീറ അത് സത്യാസത്യ ഗൊന്തില്ലാണ്ട് ചൊന്നു കൊടുക്കോ തീറ കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു ഒരാൾക്ക് കളവായിട്ട് മയ്യാവും എന്തിരെ അവൻ കേട്ടതെല്ലാം ചൊല്ല് കണ്ടതെല്ലാം ചൊല്ലുക തീറ ഉറപ്പിന്നെങ്കിൽ മാത്രം ചൊല്ലണു. ഓ അയാൾ അങ്ങനെ ചൊന്തൂല ഇയാളിങ്ങനെ ചൊന്തൂല നാനത് ചൊല്ലുകയെ തീറ നക്ക് ഖചിതമായ മാഹിതി ഉണ്ടാ എങ്കിൽ മാത്രമേ ഞാൻ മുണ്ടണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്കത് പടിപാട്ടി തൻ്റെ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആൾമാർക്ക് ടെൻഷൻ ഇന്നെങ്കിൽ അതിനെ പ്രകടാക്കുന്നത് വാട്സപ്പിലാണ്, സ്റ്റാറ്റസിലാണ്. അങ്ങനെ കാണ്ട് സ്റ്റാറ്റസിൽ ടെൻഷൻ പ്രകടാക്കടേ അത് പാടില്ലാണ്ടാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഅസറഹ യൂസുഫു ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും. സഹോദരന്മാർ മിസ്ർക്ക് വന്നിട്ട് ചൊന്നാറ് ഈ സഹോദരന്മാർക്ക് ഇത് യൂസുഫ് കൊണ്ട് കൊന്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിൽ ബേജാറുണ്ട്, ദുഃഖമുണ്ട്, പക്ഷെ അതിനെ പ്രകടാക്കിയില്ല എന്ന് ചൊല്ലു. അവിടെ ഒലമാ ചൊല്ലാറ് എല്ലാ ബേജാറുകളും പ്രകടാക്കുള്ളതല്ല. സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്തരൈത്തിന് ചൊന്നെങ്കിൽ ഇന്നാലിന്ന പെണ്ണിങ്ങಗೆ ಎಂದರೆ ಟೆನ್ಷನ್ ಉಂಡು ಜೊಂದೆಂಗೆ ಐಮಡ ಸ್ಟಾಟಸ್ ನೋಕ್ಯಂಗೆ ಗೊಂತಾವಡು. ಇನ್ನಾಲಿನ್ನ ಆಣಿಂಗಗೆ ಎಂದರೆ ಟೆನ್ಷನ್ ಉಂಡು ಜೊಂದೆಂಗೆ സ്റ്റാറ്റസ് നോക്കും വന്നജാവിടും. ഇനി സ്റ്റാറ്റസിലൂടെ എതിരിലുള്ളെങ്കെത്ത ആൾമാർക്ക് മറുപടി കൊടുക്കൂടെ ബേജാറിൻ്റെ വിഷയങ്ങൾ ചൊല്ലേ അത് ചൊല്ലുക തീരാണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ഞാൻ ചൊന്നുകൊണ്ടുള്ളേ. അപ്പോൾ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയ ദീൻ അത് ആ കാലത്തും ഉള്ളതാണ്, ഈ കാലത്തും ഉള്ളതാണ്, അന്ത്യനാൾ വരെയുള്ളതാണ്. അതൊക്കെ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഞാനിപ്പോൾ ഹിജ്റത്തെ ಬಗ್ಗೆ ചൊല്ലുമ്പല്ലേ ഈ വിഷയങ്ങൾ പ്രൂഫായിട്ട് കൊമ്പന്നുകൊണ്ടുള്ളേ അതിൽ നിന്ന് ഇതെല്ലാം മാന്തിയെടുക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമാവുള്ളൂ. അപ്പോൾ